+2 പഠനമൊക്കെ വളരെ തകൃതിയായി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ +1ന്റെ ഇംപ്രൂവ്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. എന്ത് ചെയ്യും? +2 എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, +1ന്റെ ഇംപ്രൂവ്മെന്റ് ഞാൻ ഇനി എങ്ങനെ താങ്ങുമെന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ എഡ്യൂപോർട്ട് ഉണ്ട്. എഡ്യൂപോർട്ട് എന്നും നിങ്ങൾക്ക് താങ്ങായും തുണയായും തണലായും ഉണ്ട്. +2 നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിനെ കൂടെ ഞാൻ എങ്ങനെ +1 പഠിക്കും, ഇംപ്രൂവ്മെന്റ് പഠിക്കും എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എഡ്യൂപോർട്ടിന്റെ ഇംപ്രൂവ്മെന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എന്താണ് എഡ്യൂപോർട്ടിന്റെ ഇംപ്രൂവ്മെന്റ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ +2 ക്ലാസ് അതുപോലെ അങ്ങ് പോകും. ആ സമയത്ത് എങ്ങനെ ഇംപ്രൂവ്മെന്റ് എനിക്ക് പഠിക്കാൻ പറ്റും? പക്ക പറയുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. +1 കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർഷം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ആ ക്ലാസ്സസ് ഒന്നുകൂടി കാണേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല. പക്ക എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ പഠിക്കാനുള്ളത്. കാരണം കണ്ടന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കണ്ടന്റ് അറിയുന്ന ഞാൻ ഇനി വീണ്ടും കണ്ടന്റ് വീഡിയോ കാണണം, എനിക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അങ്ങനെ +1ലുള്ള നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിലെയും ചാപ്റ്റേഴ്സിനെ വളരെ ചുരുക്കി എന്തെല്ലാം എക്സാമിന് വരും എന്നുള്ളത് വളരെ ചുരുക്കി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 ഹവറിനുള്ളിൽ വീഡിയോ ചുരുക്കിയിട്ട് അതിൽ എക്സാമിന് എങ്ങനെ ചോദിക്കും എന്നുള്ള കഴിഞ്ഞ 3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്ന ചാപ്റ്ററിലെ ഈ പോർഷനിലെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് എങ്ങനെ ചോദിക്കും അതിൻ്റെ ആൻസർ അടക്കം ചുരുക്കി ഇംപ്രൂവ്മെന്റ് ബാച്ചിനുള്ള കണ്ടന്റ് നമ്മൾ റെഡിയാക്കി അത് ചൂടപ്പം പോലെ നിങ്ങളെ മുന്നിൽ എത്തി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പിഴുത് കറിയിൽ മുക്കി ഒന്ന് കഴിച്ചാൽ മതി. ആ ഒരു വീഡിയോ കണ്ടാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇപ്പം നിങ്ങളൊരു 2 സബ്ജക്ട്സ് ആണ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ ആ 2 സബ്ജക്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഏറിപ്പോയാൽ ഒരു 10 to 15 ഡേയ്സ് മതി. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു 10 to 15 ഡേയ്സ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് ബാച്ചിൽ ഇരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 95 എബോവ് മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇനി ഞാൻ 100 മാർക്കിനാണ് ഞാൻ ഇംപ്രൂവ്മെന്റ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടാൻ വേണ്ടി ഇംപ്രൂവ്മെന്റ് എക്സാമിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഡ്യൂപോർട്ടിന്റെ ഇംപ്രൂവ്മെന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി അല്ലെങ്കിൽ 9207998855 9207998855 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക. എന്നിട്ട് എഡ്യൂപോർട്ടിന്റെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ ഇംപ്രൂവ്മെന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ തരുന്നതായിരിക്കും. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, പഠിക്കാൻ പറ്റും. രണ്ടാമത്, +2ലുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്, കൊമേഴ്സിന് കുട്ടികൾക്കാണെങ്കിൽ കൊമേഴ്സ് സബ്ജക്ട്സും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസിനെയും ഫുൾ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് 2 കാര്യമുണ്ട്, +2 പഠിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റും സെക്യൂർ ആകാം. ഒരു വെടിക്ക് 2 പക്ഷി, +2 പഠിക്കാം, കഴിഞ്ഞ വർഷത്തെ +1 നിങ്ങളുടെ കയ്യിൽ കുടക്കീഴിലാക്കി നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ കൈകൾക്കുള്ളിൽ തന്നെ ഒതുക്കി സംരക്ഷിച്ചു വെക്കാം. അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം, എഡ്യൂപോർട്ടിന്റെ +1 +2 ഇംപ്രൂവ്മെന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന തീയതികളും അതിന്റെ ഫർദർ ഇൻഫർമേഷൻസും ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും വീണ്ടും കാണാം. ബൈ.